ആവേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ കൂപ്പി പിടിച്ചേ, കരങ്ങൾ കൂപ്പി നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. ഇതൊരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ്. കർത്താവ് ഇടപെടുന്ന അത്ഭുതകരമായ ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് അത്ഭുതകരമായി നമ്മിൽ പ്രവർത്തിക്കും. സങ്കീർത്തനം 91 9 10 തിരുവചനം ഇങ്ങനെയാണ്. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 91 വേഴ്സ് 9 and 10. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമർപ്പിച്ചു, നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു അത്ഭുത ശുശ്രൂഷയാണ്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും നമ്മൾ അനുഭവിക്കുന്ന അനേക മേഖലകളെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നൊരു ശുശ്രൂഷയാണ്. അപ്പം അതുകൊണ്ട് ഇത് വിശ്വസിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്തേ, കണ്ണടച്ച് ഈ വചനമെന്ന് ഏറ്റുപറയാം. സങ്കീർത്തനം, ഉച്ചത്തിൽ പറയാം. സങ്കീർത്തനം 91 9 10 തിരുവചനം. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമർപ്പിച്ചു, നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് ഒരു നിമിഷം നീ ചിന്തിക്കുക. നിന്റെ കൂടാരത്തെ, നിന്റെ കുടുംബത്തെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പീഡകൾ ഭാരപ്പെടുത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ മേഖലകൾ ഇപ്പോൾ ഓർക്കുക. എന്താണ് നിന്റെ വീടിൻ്റെ അവസ്ഥ? പ്രത്യേകിച്ച് ഏറ്റവും വിശുദ്ധീകരിക്കപ്പെട്ട കൃപയുടെ ഈ ദിനങ്ങളിൽ നീ വിശ്വസിക്കുക, യേശു കുരിശിൽ മരിച്ചതോടുകൂടി എൻ്റെ കുടുംബത്തിലുള്ള അനർത്ഥങ്ങളുടെ മേൽ, ശാപപീഡകളുടെ മേൽ എന്നേക്കുമായി സർവശക്തനായ യേശു വലിയ ഒരു കൃപ നൽകിയിരിക്കുകയാണ്. കർത്താവെ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുന്ന ശുശ്രൂഷ സമയമാണ്. 2 കരങ്ങളും ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ കർത്താവിൽ ആശ്രയിച്ചു, ഞാൻ കർത്താവിൽ ആശ്രയിച്ചു, ഞാൻ കർത്താവിൽ ആശ്രയിച്ചു, ഞാൻ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ ഞാൻ വാസമുറപ്പിച്ചു, എനിക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞ് ഞാൻ കർത്താവിൽ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവര് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഉച്ചത്തിൽ ഏറ്റു പറഞ്ഞോണം. ഞാൻ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ ഞാൻ വാസമുറപ്പിച്ചു, എനിക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ, കുടുംബത്തെ സമീപിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ചോളൂ. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. മറ്റൊന്നുമല്ല. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഏറ്റവും വിശുദ്ധീകരണത്തിൻ്റെ അനുഗ്രഹീത നാളുകളിൽ കർത്താവെ, കാൽവരിയിൽ അങ്ങ് കുരിശിൽ മരിച്ച ഈ വലിയ സത്യം ഞങ്ങളിതാ പ്രഖ്യാപിക്കുന്നു. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, ആ കുരിശിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങാണ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് രോഗത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, വേദനയിൽ നിന്നും കർത്താവെ എനിക്ക് വിടുതൽ നൽകിയത്. കർത്താവെ, ആ വലിയ സത്യം ഞാൻ പ്രഖ്യാപിക്കുന്നു. കർത്താവ്, ഞാൻ പ്രഖ്യാപിക്കുന്നു, വിശ്വസിക്കുന്നു. കൈകൾ ഉയർത്തിപ്പിടിച്ച് ആ ഗാനത്തിൻ്റെ വരികൾ ഒന്ന് പാടി പ്രാർത്ഥിച്ച്, നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വരികൾ വളരെ ലളിതമായ വരികളാണ്. എന്നാൽ നീ പ്രഖ്യാപിക്കുന്നതനുസരിച്ച് അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളിതാ വിശ്വസിക്കണം. നിങ്ങളുടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം
നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങൾ, നിങ്ങളുടെ വീട്ടിലെ ഇടങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുക. ഓ, ദൈവത്തിൻ്റെ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് അഭിഷേകമായിട്ട് വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമുക്ക് ആ വരികളൊന്ന് ഏറ്റുപാടി പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റെടുക്കുന്നു. ചേർന്നൊന്ന് പാടി പ്രാർത്ഥിച്ചേ. നീ കർത്താവാണെന്നും ആമേൻ. നീ ദൈവമാണെന്നും യെസ്, ഞാൻ വിശ്വസിക്കുന്നു, ആമേൻ. ഞാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാവരും പാടിക്കേ. നീ കർത്താവാണെന്നും ആമേൻ. നീ ദൈവമാണെന്നും യെസ്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞാൻ പ്രഖ്യാപിക്കുന്നു. ഒരിക്കൽ കൂടെ പാടിക്കേ. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ, യേശുവേ, രക്ഷകാ, രക്ഷകാ, കർത്താവേ, നാഥനേ. പാടിക്കേ. യേശുവേ, യേശുവേ, രക്ഷകാ, രക്ഷകാ, കർത്താവേ, കർത്താവേ, നാഥനേ. ഒരിക്കൽ കൂടെ. യേശുവേ, യേശുവേ, രക്ഷകാ, രക്ഷകാ, കർത്താവേ, കർത്താവേ, നാഥനേ. ഒരിക്കൽ കൂടെ. യേശുവേ, യേശുവേ, രക്ഷകാ, രക്ഷകാ, കർത്താവേ, കർത്താവേ, നാഥനെ. നാഥനേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച്, രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം, ആ വീട്ടിലെ ഓരോ മുറികളും മനസ്സിലൊന്ന് കണ്ടേ. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നു, നിങ്ങൾ താമസിക്കുന്ന ആ പറമ്പിൽ, ആ സ്ഥലത്ത് എന്തെങ്കിലും ഒരു പീഡ, അസ്വസ്ഥത, ശാപം, തിന്മയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസം ഇതാ തച്ചുടച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുകയാണ്. നീ വിശ്വസിക്കണം. എന്ത്? എൻ്റെ കർത്താവ് കുരിശിൽ മരിച്ചതോടുകൂടി ഇനിമേലിൽ ശാപത്തിന് അടിസ്ഥാനമില്ല. ശാപത്തെ എന്നേക്കുമായി അവൻ തകർത്തെറിഞ്ഞു. കർത്താവെ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാനിതാ വിശ്വസിക്കുന്നു. എൻ്റെ വീടിൻ്റെ അന്തരീക്ഷം മുഴുവൻ, നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി, നിങ്ങളുടെ വീടിന് ചുറ്റുവട്ടത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ, ആ അതിർത്തി, നിങ്ങൾക്കുള്ള സ്ഥലം, ആ കുഞ്ഞു സ്ഥലത്ത് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്കുള്ള കൃഷിയിടത്ത് നിങ്ങൾ വിശ്വസിക്കണം. എൻ്റെ കർത്താവേ, ഈ മണ്ണ് അങ്ങയുടേതാണ്. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഈ വിശ്വാസം ഞാൻ ഏറ്റുപറയുന്നു. ഒരിക്കൽ കൂടെ രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വിശ്വസിച്ച് ഉച്ചത്തിലൊന്ന് പാടിക്കേ. നീ കർത്താവാണെന്നും ആമേൻ, നീ ദൈവമാണെന്നും ആമേൻ, ഞാൻ വിശ്വസിക്കുന്നു, Yes. ഞാൻ പ്രഖ്യാപിക്കുന്നു. സകലരും പാടിക്കേ. ആമേൻ, യെസ്, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും ആമേൻ, നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ ദൈവമാണെന്നും ആമേൻ ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ, യേശുവേ, രക്ഷകാ, രക്ഷകാ, കർത്താവേ, കർത്താവേ, നാഥനേ. ചേർന്ന് ഒരുമിച്ച് പാടിക്കേ. യേശുവേ, യേശുവേ, രക്ഷകാ, രക്ഷകാ, കർത്താവേ, കർത്താവേ, നാഥനെ. നാഥനേ. ഒരിക്കൽ കൂടെ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് യേശുവേ, രക്ഷകാ, കർത്താവേ, കർത്താവേ, നാഥനെ. നാഥനേ. നീ ഇത് വിശ്വസിക്കുക. നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് വിശ്വസിച്ചത് ഏറ്റെടുക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നിന്നെ ഭാരപ്പെടുത്തുന്ന ഏത് ചിന്തയുടെ മുകളിലും, നിന്നെ ഭാരപ്പെടുത്തുന്ന ഇന്നലകളുടെ എല്ലാ അനുഭവങ്ങൾക്കും മുകളിലും, നീ ഇന്ന് കടന്നു പോകുന്ന ഏത് ഞെരുക്കത്തിൻ്റെ നടുവിലും നീ വിശ്വസിക്കണം. നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഒരുവനുണ്ട്, പാടുപീഡകൾ ഏറ്റവനുണ്ട്.
അവനിൽ നീ വിശ്വസിക്കുന്നതനുസരിച്ച് നിന്റെ മേൽ ആ അനുഗ്രഹം വെളിപ്പെടും. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ രക്ഷകാ, രക്ഷകാ, കർത്താവേ, കർത്താവേ, നാഥനേ. ഓരാ വിളിച്ചേ. യേശുവേ രക്ഷകാ, രക്ഷകാ, കർത്താവേ, കർത്താവേ, നാഥനേ. ഒരിക്കൽ കൂടെ വിളിച്ച യേശുവേ, യേശുവേ രക്ഷകാ, രക്ഷകാ, കർത്താവേ, കർത്താവേ, നാഥനേ. നീ അത് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ വലിയ ഒരു സംരക്ഷണം, ഗലാത്യ ലേഖനം, ബൈബിള് തുറന്ന് ഒന്ന് വായിക്കണം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ഉം 14-ഉം തിരുവചനങ്ങൾ നമ്മളൊന്ന് വായിച്ച് പഠിക്കുകയാണ്. സെന്റ് പോൾസ് ലെറ്റർ ടു ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 13 and 14. ഈ വചനം നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം. കാരണം ചില ആത്മീയ ദർശനങ്ങൾ ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് അനേകർക്ക് സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഓൺലൈനിൽ പങ്കെടുക്കുന്നവർ മാത്രമല്ല, ഇവിടെയൊക്കെ ആയിരിക്കുന്നവർ, വെറുതെ നടന്ന റോട്ടിലൂടെ പോകുന്നവരൊക്കെ വചന ശുശ്രൂഷയാണ്. ശ്രദ്ധിച്ചിതങ്ങോട്ട് വായിച്ചോളൂ. കർത്താവ് നിന്നോട് ചില കാര്യങ്ങൾ പഠിപ്പിക്കും. വായിക്കാം 13-ാം തിരുവചനം. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. അടുത്ത വചനം കൂടെ വായിച്ചോ. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. ഹല്ലേലൂയാ. വലതുകരം ഉയർത്തിപ്പിടിച്ച് വചനം നമ്മൾ ഏറ്റുപറയുന്നു. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. ഹല്ലേലൂയാ. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഇന്നത്തെ ദൈവവചനത്തിൽ ശക്തമായിട്ടൊരു കാര്യം പറയുവാണ്. ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ, യേശു കുരിശിൽ മരിച്ചപ്പോൾ നമുക്ക് സംഭവിച്ച, നമ്മൾക്ക് സൗജന്യമായിട്ട് നൽകിയ വലിയ ഒരു കൃപ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന സകല ശാപപീഠകളുടെ മേലും കർത്താവ് വലിയ ഒരു വിടുതൽ നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ മേഖലയാണ്. ശ്രദ്ധിച്ച് പഠിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഒന്നും കൂടെ ആ വചനം വായിക്കുക. 13-ാം തിരുവചനം. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അങ്ങോട്ട് നോക്കിക്കേ. ഹല്ലേലൂയാ. ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളുടെ അപ്പൻ വളരെ ഭാരപ്പെട്ട ഒരവസ്ഥയിൽ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞ വളരെ ശ്രദ്ധേയമായ കാര്യം, അദ്ദേഹം പറയുകയാണ്, അച്ഛാ, ഞാൻ എന്തൊക്കെ പ്രവൃത്തി ചെയ്താലും ഒരിക്കലും ഒരു ഗുണം പിടിക്കത്തില്ല. അച്ഛാ, ഞാൻ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും ഒരു മെച്ചം കിട്ടത്തില്ല. അച്ഛാ, ഞാനൊരു ശാപം പിടിച്ച ആളാ അച്ഛാ. ഓ, എന്നെപ്പോലത്തെ ഒരു ശപിക്കപ്പെട്ടവൻ അച്ഛൻ കണ്ടിട്ടുണ്ടാവില്ല. എൻ്റെ അവസ്ഥയുണ്ടല്ലോ വളരെ ദാരുണമാണ്, വളരെ ദാരുണം. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം പറഞ്ഞു, ആ, ഭാര്യയും 2 കുട്ടികളുണ്ട്, തട്ടിയും മുട്ടിയൊക്കെ പോണു. അച്ഛാ, ഒരൈശ്വര്യമില്ല, ഒരൈശ്വര്യമില്ല. അപ്പം ഇദ്ദേഹത്തോട് ഞാൻ പല കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്,
ഇദ്ദേഹത്തോട് നാളുകൾക്ക് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരാള് ഇദ്ദേഹത്തെ നോക്കി ശപിച്ചു. എടാ നീ ഗുണം പിടിക്കുകയല്ലടാ, എടാ നീ നന്നായി അല്ലടാ. ഇവരുടെ കുടുംബത്തിലുണ്ടായ ഒരു സ്വത്തിനെ കുറിച്ചുള്ള തർക്കത്തിൻ്റെ നടുവിലാണ് ഇയാൾ ഇങ്ങനെ പറഞ്ഞത്. ഇദ്ദേഹത്തോട് പറഞ്ഞെന്താ, നീ ഗുണം പിടിക്കുകയല്ല, നീ നന്നായിയല്ല. ഇദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്ത് ഇതാണ് ഇരിക്കുന്നത്. ഏത് കാര്യം ചെയ്യാൻ പോയാലും ഇദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്തിരിക്കുന്ന ചിന്ത എന്താ? ഞാൻ എന്തെല്ലാം ചെയ്താലും നന്നാകത്തില്ല, ഞാൻ ശപിക്കപ്പെട്ടവനാണ്, ഞാൻ ഒരു നാശമാണ്, ഞാനൊരു ദുഃഖമാണ്, എന്നെ കൊണ്ട് ഗുണമൊന്നുമില്ല. തലയ്ക്കകത്തിരിങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് എന്താ കുഴപ്പമെന്നറിയോ? ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയിലും ഇദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്തിരുന്നുകൊണ്ട് ഇന്നലകളിൽ ആ ബന്ധുവായ വ്യക്തി പറഞ്ഞത്, നീ നന്നായി അല്ലടാ, നീ നന്നായി അല്ലടാ, നിന്റെ ജീവിതത്തിൽ എന്നും ഇങ്ങനെയായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് പറയുമ്പോൾ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഇവിടെ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരുടെ ഉള്ളിലുള്ള, ഓൺലൈനൊക്കെ പങ്കെടുക്കുന്ന അനേകരുടെ ഉള്ളിലുള്ള ഒരു ഭാരം, അച്ഛാ എൻ്റെ ജീവിതം ഒരു ശാപം പിടിച്ച ജീവിതമാണ്. എന്നോട് ചിലരങ്ങനെ പറഞ്ഞച്ചാ, നിന്റെ ജീവിതം നന്നാകത്തില്ലടാ, നീ ശാപിക്കപ്പെട്ടവനാണ്, നീ ഗുണം പിടിക്കത്തില്ലടാ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഇനി ഒരുപക്ഷെ നിങ്ങൾ താമസിക്കുന്ന വീട്, നിങ്ങൾ താമസിക്കുന്ന ആ ഇടം, ആ മണ്ണ്, ചിലർ പറഞ്ഞിട്ടുണ്ടാവും ഈ മണ്ണ് ശപിക്കപ്പെട്ടതാണ്, ഈ മണ്ണ് ശാപഗ്രസ്തമാണ്, ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ നീ ഗുണം പിടിക്കുകയില്ല, ഇവിടെ ജീവിക്കുന്നവർക്ക് എന്നും രോഗവും പീഡയും, ഈ വീടിന് ചുറ്റുവട്ടത്തും പണ്ട് അങ്ങനെ നടന്നതാണ്, ഇങ്ങനെ നടന്നതാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ശാപത്തെക്കുറിച്ചുള്ള അനേക മേഖലകളെ തിരിച്ചറിഞ്ഞ് ഈ പരിശുദ്ധ അൾത്താരിൽ സമർപ്പിക്കൂ. ഇതാ വിശുദ്ധ ഗ്രന്ഥം ഇന്ന് നിന്നെ അത്ഭുതകരമായ ഒരു ബോധ്യത്തിലേക്ക് നയിക്കുകയാണ്. വലതുകരം ഉയർത്തിപ്പിടിച്ച് ഈ വചനം നേറ്റു പറയുന്നു, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശ്രദ്ധിച്ചോളൂ, നിന്റെ ജീവിതത്തിൽ നീ എത്ര ശപിക്കപ്പെട്ടവനാണെന്ന് മറ്റുള്ളവർ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും, നീ ജീവിക്കുന്ന മണ്ണിൽ എത്രത്തോളം വലിയ ശാപപീഡകൾ ഉണ്ടെങ്കിലും, ഇതാ യേശു നിനക്ക് നൽകുന്ന ഒരു സൗജന്യ രക്ഷ നീ അറിഞ്ഞാൽ വലിയ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കും. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ? എന്നും നമ്മുടെ തലയ്ക്ക് മുകളിൽ ഈ ശാപത്തിൻ്റെ പീഡയുമായിട്ട് നമ്മൾ ഇങ്ങനെ നടക്കും, എന്നും ദുഃഖിച്ച് നടക്കും, എന്നും ഭാരപ്പെട്ട് നടക്കും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം തിരുവചനം വായിച്ചേ. ജോൺ ചാപ്റ്റർ 8 വേഴ്സ് 36. ഒച്ചത്തിൽ വായിച്ചേ. യോഹന്നാൻ 8:36. ഏതാ വചനം? അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. കണ്ടോ? അപ്പോൾ നിനക്ക് ഒരു സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ എന്തു വേണമെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്? നീ ചെയ്യേണ്ടത് യേശുക്രിസ്തുവിന്റെ കുരിശിന്റെ മുമ്പിലേക്ക് വരുന്നതനുസരിച്ച് നിനക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എങ്ങനെയാണ് ശാപത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്നത്? നമ്മൾ യേശുവിന്റെ കുരിശിന്റെ മുമ്പിലേക്ക് വന്ന് ആ കുരിശിനെ ധ്യാനിക്കുമ്പോൾ ആ കുരിശ് നിനക്ക് സമ്മാനിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം സകല ശാപപീഡകൾ നിന്നും സമ്പൂർണമായിട്ടുള്ള ഒരു വിടുതല് നിന്നിലേക്ക് സമ്മാനിക്കുകയാണ്. വിശ്വസിക്കുന്നവരൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. നല്ല കയ്യടി കൊടുത്തേ, നല്ല കയ്യടി കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഏതൊക്കെ തരത്തിലുള്ള ശാപപീഡകൾ വ്യക്തിപരമായി നിങ്ങൾ ശിരസിൽ വഹിക്കുന്നുണ്ടെങ്കിലും, നിങ്ങളുടെ കുടുംബത്തിൽ എത്രമാത്രം പീഡകൾ ഉണ്ടെങ്കിലും, ഇതാ ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് വലിയ ഒരു സ്വാതന്ത്ര്യം, സകല ശാപങ്ങളിൽ നിന്ന് നമുക്കൊരു വിടുതൽ നൽകി നമ്മളെ അനുഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാട് പുസ്തകം
22-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനം നമുക്കൊന്ന് വായിക്കാം. ബുക്ക് ഓഫ് റെവലേഷൻ, ബൈബിളിലെ അവസാനത്തെ പുസ്തകമാണ് വെളിപാട് പുസ്തകം. അവസാനത്തെ ഒരു അധ്യായമാണ് 22-ാം അധ്യായം. ഒന്ന് തുറന്നേ. ദ ലാസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ഹോളി ബൈബിൾ. വെളിപാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനം വായിക്കാം. ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലുണ്ടായിരിക്കും. അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും. ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ വചനം അങ്ങ് ഏറ്റെടുത്തോ കേട്ടോ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവേ, ഇതെന്റെ മേൽ, എൻ്റെ കുടുംബത്തിന്റെ മേൽ സംഭവിക്കട്ടെ. വിശ്വസിച്ച് കൈകൾ ഉയർത്തി ഏറ്റുപറഞ്ഞ് ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലുണ്ടായിരിക്കും. അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും. അവിടുത്തെ ആരാധിക്കും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ.